മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അത് നിത്യജീവൻ പ്രാപിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ജീവനുണ്ട്. ആ ജീവൻ നിത്യമായിരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗം പ്രാപിക്കുക, ദൈവത്തിൽ എത്തിച്ചേരുക എന്നൊക്കെ നമ്മൾ വിവിധ രീതിയിൽ പറയാറുണ്ട്. സച്ചിദാനന്ദ സ്വരൂപനാണ് ദൈവം എന്ന് പറയാറുണ്ട്. അപ്പോൾ മനുഷ്യൻ നിത്യജീവനെ പാരത്രിക ജീവിതത്തെ, സ്വർഗീയ ജീവിതത്തെ കണക്കാക്കുന്നത് പല വിധത്തിലാണ്. ഒന്ന്, സ്വർഗീയതയിലേക്ക് എത്തിച്ചേരുക, നിത്യതയിലേക്ക് എത്തിച്ചേരുക, ദൈവത്തോടു കൂടിയായിരിക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ യേശു തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ വിശുദ്ധഗ്രന്ഥമൊക്കെ വായിച്ചിട്ടല്ലേ നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ആ നിയമത്തിന് വിവരമുള്ള ആളായിരുന്നു. അവൻ പറഞ്ഞു, നിയമത്തിൽ ഇസ്രായേലിനെ കേൾക്കുക, അതിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, അതാണ് ഏറ്റവും പരമമായ കൽപ്പന. അത് കഴിഞ്ഞിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഹൃദയത്തിന്റെ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. മനുഷ്യന് പ്ലോവനം ഉണ്ടാകാറുണ്ട്. ഒന്നാം സ്ഥാനം ഭൗതികതയ്ക്ക് കൊടുക്കാൻ, ആഡംബരങ്ങൾക്ക്, സമ്പത്തിന്, സ്വർണത്തിന്, ശാരീരിക ശക്തിക്ക്, ഇങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾക്ക് പരിശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഭൗതികതയ്ക്കല്ല ആയിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള സ്ഥാനം ദൈവത്തിനുള്ളതാണ്. ആ സ്ഥാനം വേറെ സൃഷ്ടവസ്തുക്കൾക്കോ സമ്പത്തിനോ ഭൗതിക മൂല്യങ്ങൾക്കോ കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമാവർത്തന പുസ്തകത്തിലെ അടിമത്തിൽ വെച്ചിരിക്കുന്നതാണ്. പുതിയ നിയമത്തിലോ തന്നെയാണ്. അത് കഴിഞ്ഞ് യേശു നിയമത്തിൽ ഒരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ മനുഷ്യന് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആഹാരം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ശുദ്ധമായി ശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ ജീവിതം നിലനിർത്താൻ. ആരോഗ്യക്കുറവ് വന്നാൽ, രോഗം വന്നാൽ ചികിത്സിക്കാറുണ്ട്. അപകടം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ. അപ്പോൾ അവൻ ചോദിച്ചു, ആരായി അയൽക്കാരൻ? എന്റെ വീടിന്റെ മതിലിന്റെ അപ്പുറത്ത് താമസിക്കുന്നവരാണ് അയൽക്കാരൻ. അയൽക്കാരൻ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഏത് മനുഷ്യനുമാകാം അയൽക്കാരൻ. കാരണം മനുഷ്യൻ യാത്ര ചെയ്യുന്നവരാണ്, വിവിധ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് വീടിന്റെ അടുത്ത് താമസിക്കുന്നവൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും നമ്മുടെ അയൽക്കാരാണ്. അതാണ് അയൽക്കാരന്റെ നിർവചനം. കഴിഞ്ഞ ദിവസം വിമാനാപകടത്തിൽ വന്നപ്പോൾ വിമാനത്തിരിക്കുന്നവരൊക്കെ അയൽക്കാരാണ്. അവരെല്ലാവരും ഒന്നിച്ച് കത്തി ചാമ്പലായി, ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു. ഒന്നിച്ച് വിമാനത്തില് വിവിധ ലക്ഷ്യങ്ങളോടും കണക്കൂട്ടലോടും കൂടി ഓരോ സ്ഥലത്ത് പിറ്റേ ദിവസം ലണ്ടനിൽ ചെല്ലാമെന്ന് വിചാരിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടവര് ഏതാനും 60 സെക്കൻഡോ 10-40 സെക്കൻഡുകൾക്കുള്ളിൽ കത്തിച്ചാമ്പൽ. അപകടത്തിന്റെ കാരണം എന്താണെന്നൊന്നും കൃത്യമായിട്ടൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എങ്കിലും സംഭവം നടന്ന് ഒരുത്തൻ മാത്രം രക്ഷപ്പെടുത്തു. അതിലുണ്ടായിരുന്നവരെല്ലാവരും മരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറെ കാലം മുമ്പ് ഞാൻ ചമനിക്കാന്താറയിൽ കയറിയായിരിക്കും എൻ്റെ കൊച്ചിട്ട് വെങ്കട്ടിക്കലച്ചനാണ്. കൊച്ചൻ നല്ലൊരു ഡ്രൈവറാണ്. അങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് പരിശീലിച്ചിട്ടാണ് സെമിനാരിൽ ചേർന്നത്. പക്ഷെ പ്രായമൊക്കെ ആയിട്ടാണ്. ഇപ്പം
റൂമിൽ പഠനമൊക്കെ നടത്തിയത് അയർലൻഡിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ ശുശ്രൂഷയില്ല, കാസർഗോഡിലേക്കാണ്. ഇപ്പം ഞങ്ങളൊരു അച്ഛൻ്റെ അപ്പം മരിച്ച വീട്ടിൽ പോയി, അത് പാലാവില്ല. ഒരു ജീപ്പിലാണ് പോകുന്നത്, പച്ചനാ ജീപ്പ് ഓടിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് പാരിഷ് കൗൺസിലൊക്കെ ഉണ്ടോ വിളിച്ചിട്ട് നേരത്തെ കൊണ്ട് പോകും. ഇപ്പോൾ വയാട്ടുപറമ്പിലൂടെയാണ് പുതിയൊരു വഴിയൊക്കെ ഉണ്ട്, വയാട്ടുപറമ്പിൽ നടുവിലേക്കൊക്കെ പോകാനായിട്ട്. അവിടുത്തെ ഹിൽ ഹൈവേ. അപ്പോൾ ആ വഴിയൊക്കെ പണി കഴിഞ്ഞപ്പോഴത്തേന് 2 ബൈക്കുകാർ ഒരു നല്ല സ്പീഡിൽ വന്നിട്ട് കൂട്ടിമുട്ടി. നല്ല വീതിയുള്ള വഴിയിൽ ബൈക്കുകാർ കൂട്ടിമുട്ടി. ശ്രദ്ധയില്ലാത്ത ടൈമിലേക്ക് എത്താൻ കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളതിലേക്ക് ചെല്ലുമ്പോൾ 3 പേര് വഴി കിടന്നു. 2 ബൈക്ക് മറിഞ്ഞ് കിടപ്പുണ്ട്. ഇതിലെ 2 പേര് വഴി കിടന്ന് ഉരുളുക. ഞാൻ വിചാരിച്ചത് എന്താ കണ്ടുപിടിച്ചിട്ടുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ജീപ്പ് അവിടെ നിർത്തി. എപ്പോഴാണ് മനസ്സിലായത് ജീപ്പ് കൂട്ടി അല്ല ഈ ബൈക്കുകൾ 2 കൂട്ടിയിടിച്ചതാണ്. ഇപ്പം എൻ്റെ പല ഇടവേടപ്പാ കാണുവാൻ പോകുമ്പോൾ ഞാൻ അറിയുന്ന കുറച്ചുപേരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. പിള്ളേരോട് പറഞ്ഞ് അച്ഛപ്പൊപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പോകുന്നത്. എന്നാൽ ആദ്യമോട് വന്ന വണ്ടി ഞങ്ങളുടേതാണ്. അപ്പം അതിലൊരാളെ കയറ്റി അച്ഛൻ ഡ്രൈവ് ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളൊക്കെ കൂടി ഇവിടെ കരുവഞ്ചാൽ ആശുപത്രിയിൽ എത്തിച്ചു. എന്നിട്ടാണ് പോകുന്നത്. ഉടനെ പിന്നെ വേറെ 2 വണ്ടിയും കൂടെ വന്ന് 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. ഒരാൾ ഓടയിലാണ് കിടക്കുന്നത്. അപ്പം അശ്രദ്ധമായിട്ട്, നല്ല വീതിയുള്ള വഴിയിൽ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചതിൻ്റെ പേരിലാണ് കൂട്ടിയിടിച്ചത്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പെട്ടിട്ട് അതിൽ 2 പേര് പിന്നീട് പരിഹാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 2 പേര് മരിച്ചു. ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ വഴികളിൽ പൊലിയുന്ന ജീവിതങ്ങളുണ്ട്. ചിലരിങ്ങനെ കിടന്നു കഴിഞ്ഞാലും അന്വേഷിക്കാനോ ആശുപത്രി കൊണ്ടുപോകാനോ കൂട്ടാക്കാത്തവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിയമത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് വായിക്കുകയുണ്ടായി. ചെന്നു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയുടെ ചികിത്സ ആശുപത്രിക്കാർ ഗവൺമെന്റ് കൊടുക്കുന്നത്. അപകടത്തിൽപ്പെട്ട ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുചെല്ലുന്നവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. ആശുപത്രിക്കാർക്ക് ശുശ്രൂഷ കൊടുക്കുന്ന ആശുപത്രിക്കാർക്ക് ചെലവിൻ്റെ 1.5 ലക്ഷം രൂപ അവർ കൊടുക്കുമെന്ന് അടുത്ത കാലത്തിന് തീരുമാനമായിരുന്നു വായിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നവരുടെ എല്ലാം യാത്ര ചെയ്യുന്നവരാണ്, അകലങ്ങളിലുള്ളവരായിരിക്കും, വേറെ ദേശത്തേക്ക് പോകുന്നവരാണ്. അപ്പം അങ്ങനെ ഈ അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കേണ്ടത് നാട്ടുകാരുടെ മുതലേ, വേറെ ബന്ധുമിത്രാദികളൊന്നും അവിടെ ഇല്ല. പിന്നെ അപകടം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളെ ഒന്നും അവിടെ കൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ അയൽക്കാരാണ് ഇവിടെ സഹായിക്കേണ്ട. അയൽക്കാരെന്ന് പറയുന്നത് നാട്ടിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവരാണ്. വേളാങ്കണ്ണിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ നിരവധി അപകടങ്ങൾ വന്നിട്ടുണ്ട്. അതേപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചെടിവണ്ടികളിൽ രാത്രിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചില ലോബികൾ മനസ്സിലാക്കി വണ്ടിയെ കൊണ്ട് ഇടിപ്പിച്ച് ആളുകളെ ആശുപത്രിയിലാക്കിയിട്ട് അന്തരാവയങ്ങൾ വല്ലതും മോഷ്ടിക്കുന്ന പരിപാടി ഉണ്ടെന്നൊക്കെ പറയപ്പെടാറ്. നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം പണ്ട് മനുഷ്യര് ഈ അസ്ഥിയെല്ലാം കൂടെ എടുത്താൽ കൊണ്ട് തീപ്പൊട്ടിക്കോല ഉണ്ടാക്കാനുള്ള പോസ്റ്റ് പ്രൊസീജർ ഉണ്ടായിരുന്നു എന്നൊക്കെ പണ്ട് പറയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശാസ്ത്ര പുരോഗതി പ്രാപിച്ചു. ഓരോ അവയവത്തിനും വിലയുണ്ട്. കിഡ്നിക്ക് വിലയുണ്ട്, കരളിന് വിലയുണ്ട്, ശാരീരിക അവയവങ്ങൾക്കെല്ലാം തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഡാമേജ് വന്നിട്ടില്ലെങ്കിൽ അതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ വിലയാണ്. അപ്പൊ അതുകൊണ്ട് അവയവമോഷണങ്ങൾ ചിലപ്പോൾ പറയപ്പെടുന്ന ചില പ്രസിദ്ധമായ ആശുപത്രികളിൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനി 2 മരണമുണ്ട്. ഒന്ന് ഹൃദയത്തിൻ്റെ മരണം, 2 തലച്ചോറിൻ്റെ. ഇത് 2ഉം മരിച്ചു കഴിയുമ്പോഴാണ് ഒരാളുടെ മരണം ഇത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തേണ്ടത്. ഏതായാലും ഉചിതമായ ചികിത്സ നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ ആളെയൊക്കെ ആശുപത്രിക്കാർക്ക് അറിയത്തുള്ളൂ. ഇൻറ്റൻസീവിലായിരിക്കും. അവർ ചിലപ്പോൾ അവയവങ്ങളൊക്കെ എടുത്താൽ അതിന് ഈ അവയൊക്കെ ആവശ്യമുള്ളവർ കാണും. അതുകൊണ്ട് ശരിക്കും അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടില്ലാത്ത കേസുകളുണ്ട്, രക്ഷപ്പെടുന്ന കേസുകളുമുണ്ട്. അപ്പം അത് ഏതാണെന്നുള്ളത് ഡോക്ടർമാർക്കേ അറിയത്തുള്ളൂ. ആളുകൾക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഇതിലുള്ള ചില അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടാറുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിലും അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഭൂമിയിൽ ഈ ജെറുസലം, ജെറീക്കോ, ഞാൻ അതിലൊക്കെ പോയിട്ടുള്ള 10-20 കൊല്ലം മുമ്പ്. ജെറുസലം ഉയർന്ന പ്രദേശമാണ്. അതൊരു 800 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നതാണ്.
എന്നാൽ ജെറിക്കോ സമുദ്രനിരപ്പാണ് സാധാരണ നിരപ്പ്. അതിൽ നിന്നാണ് ഈ ഉയരമൊക്കെ കണക്കാക്കുന്നത്. ഈ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് ജെറിക്കോ. അത് 400 മീറ്ററോളം താഴ്ന്നു കിടക്കുന്നത്, ചാവിടുക പോലെ താഴ്ന്നു കിടക്കുന്നതാണ്. കടലിലെ വെള്ളം അങ്ങോട്ട് വരാനായിട്ട് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ കടലിലെ അവിടെ മെഡിറ്ററേനിയൻ കടലുണ്ട്, അവിടെ അവർ മരയൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തേക്കൊന്നും വെള്ളമൊന്നും വരുന്നില്ല. അതുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് ഒത്തിരി താഴെ ചാവുകടൽ കിടക്കുന്നുണ്ട്. ഇതുപോലെ ജെറിക്കോ തുടങ്ങിയ അതിൻ്റെ സമീപ പ്രദേശങ്ങൾ, കൊമറാൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പൊ അത് ഇത്രയും ഉയര വ്യത്യാസം 20 കിലോമീറ്റർ പറ്റിയാണ് അകലമുള്ളത്. അപ്പൊ ഇത്രയും ഉയര വ്യത്യാസം ഉള്ളത് കൊണ്ട് വളഞ്ഞ വഴികളാണ്, വിജന സ്ഥലങ്ങളാണ്. അവിടെ പണ്ട് കാലത്ത് കള്ളന്മാരുണ്ടായിരുന്നു. അടുത്ത ഈ നൂറ്റാണ്ടിലും ഒക്കെ കള്ളന്മാർ പതിയിരിക്കുകയും ആളുകളെ തടയുകയും കൊല്ലുകയും ഉപദ്രവിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ കുറെ കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു, 29 കൊല്ലം മുമ്പ് വരെ. അപ്പോൾ ഇവനെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല. ഏതായാലും ഇവന് കള്ളന്മാർ പതിയിരുന്ന് ആക്രമിച്ചു, കൊള്ള ചെയ്തു, ഉപദ്രവിച്ചു. പിന്നെ അർത്ഥപ്രാണനായിട്ട് വഴിയിൽ കിടന്നതാണ്. ഇതിലെ പലരും പോയി. വഴിയില് പരിക്ക് പറ്റി കിടന്നാലും പലരും ഇതിനെ പോയി തിരഞ്ഞൊന്നും മൈൻഡ് ചെയ്തൊന്നും വരികയില്ല. ടാക്സിക്കാരൊക്കെ ഇപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നത് കൊണ്ട് അവരതിന് മുൻകൈയെടുത്തു. പുണ്യപ്രവൃത്തി എന്നുള്ള നിലയിലും അതിനുള്ള ചെലവ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുള്ളതുണ്ട്. ഏതായാലും ഇവനെ അതിൻ്റെ ആദ്യം ഒരു ലവായൻ അതിനെ കടന്നുപോയി. ലവായൻ എന്ന് പറഞ്ഞാൽ പുരോഹിത വർഗത്തിൽപ്പെട്ടതാണ് ലവായൻ, ഇസ്രായേലിലെ പുരോഹിത വർഗത്തില്. രണ്ടാമത് പോയത് ഒരു പുരോഹിതനാണ്. പുരോഹിതന്റെ അങ്ങനെ ശുദ്ധ അശുദ്ധമൊക്കെ ഒത്തിരി നിയമങ്ങൾ നിയമാവർത്തന പുസ്തകത്തിലും ലവായന്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മരിച്ചോന്നും അറിയത്തില്ല. അതിനൊക്കെയുള്ള കുഴപ്പമുള്ളത് കൊണ്ട് അവൻ മറ്റേ അപ്പുറത്തെ വഴിയങ്ങ് പോയി. പിന്നെ വന്നതാണ് ശമറായൻ. ശമറായൻ ഒരു പേരുണ്ട്, ഗുഡ് സാമരിറ്റൻ, നല്ല ശമറായൻ എന്നാണ് അവന് പേര് കൊടുത്തിരിക്കുന്നത്. നന്മ ചെയ്യുന്നവരെ നല്ലവനെന്ന് പറയാൻ പറ്റും. അപ്പൊ നല്ല ശമറായൻ. അപ്പൊ അവൻ അവിടെ ചെന്ന് കുതിരപ്പുറത്താണ് യാത്ര ചെയ്തത്. ഇവനെ ചെന്ന് കണ്ട് ഇതിന്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി കുതിരപ്പുറത്ത് കൊണ്ടുപോയി. അന്നത്തെ ആശുപത്രി സൗകര്യങ്ങള് സത്രത്തിലാവുന്നത്. ഇതുപോലെയുള്ള മോഡേൺ ആശുപത്രികളൊന്നുമില്ല. അവിടെ കൊടിയൊന്നാക്കി ധനാറ കൊടുത്തു. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നുകൊള്ള എന്ന് പറഞ്ഞ് അവനെ ആക്കി സത്രത്തിലാക്കി ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യം കൊടുത്തു. അവന് വേണ്ട ശുശ്രൂഷ ചെയ്തു. ഇതിൽ നല്ല അയൽക്കാരനായിട്ട് പ്രവർത്തിച്ചതാരാ? ഇതിലെ ലവായൻ പോയി, പുരോഹിതൻ പോയി, നല്ല സമ്പ്രായക്കാരനാണ്. സമ്പ്രായക്കാരൻ എന്ന് പറഞ്ഞത് യഹൂദന്മാരെ വിദ്വേഷത്തോടെ കണക്കാക്കിയിരുന്ന ഒരു ജനതയാണ് സമ്പ്രായക്കാര്. അങ്ങനെ യഹൂദന്മാര് വിദ്വേഷത്തോടെ കണക്കാക്കിയിരുന്ന സമ്പ്രായക്കാരനാണ് നല്ല അയൽക്കാരനായിട്ട് അവിടെ പ്രവർത്തിച്ചത് എന്ന് യേശു എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, നമുക്കാരെയും തള്ളിക്കളയാനായിട്ട് പറ്റുകയില്ല എന്നുള്ള കാര്യം ഇവിടെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നല്ല സമ്പ്രദായക്കാരൻ മനസ്സലിഞ്ഞ് അനുകമ്പ തോന്നി മുറിവുകൾ വെച്ച് കെട്ടി സത്രത്തിലാക്കി വേണ്ട പരിചരണത്തിന് വേണ്ട സാഹചര്യങ്ങളൊരുക്കി. അപ്പോൾ ആ കരുണ കാണിച്ചവനാണ് നല്ല ശമറായൻ. നീയും പോയി അതുപോലെ ചെയ്യുക. അത് എല്ലാവരോടുമുള്ള ഉപദേശമാണ്. നീയും പോയി കരുണ കാണിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ മാർപ്പാപ്പയായിരുന്നു. മദർ തെരേസ അവശരും ആലംബകരുമായിട്ട് വഴിയരികിൽ കിടന്നിരുന്ന കുഷ്ഠരോഗികളെയും മറ്റ് രോഗികളെയൊക്കെ എടുത്ത് ശുശ്രൂഷ ചെയ്ത് മരണാസന്നരായവർക്ക് നല്ല അന്തസ്സായിട്ട് മരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലാത്തവരെ ശുശ്രൂഷിച്ചു, എന്നെ സുഖപ്പെടുത്തി. അങ്ങനെ ആ ജീവിതം കാരുണ്യപ്രവർത്തികൾക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചത് കൊണ്ടാണ് ലോകം മദർ തെരേസയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അയൽക്കാരൊക്കെ ഉണ്ട്. പ്രായമായിട്ടുള്ള മനുഷ്യർ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ, കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ
അവർക്കൊക്കെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ള നമ്മുടെ ദൗത്യമാണ്. ഈ മനുഷ്യൻ ദീർഘകാലം ജീവിച്ചാൽ വാർദ്ധക്യം ഉണ്ടാകും. ചിലപ്പോൾ കിടന്നെന്ന് വരും, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് ഒരു ബലി കൊല്ലാൻ പറ്റുമോ? അപ്പോൾ കുടുംബത്തിലെ മക്കളും മരുമക്കളും ഒക്കെ സംരക്ഷകരായിട്ട് നല്ല ശാമ്പ്രായിന്റെ പ്രവൃത്തി ചെയ്യണം. അത് നിങ്ങളുടെ കടമയും ദൗത്യവുമാണ്. അവിടെ അഹന്ത കൊണ്ടോ തെമ്മാടിത്തരം കൊണ്ടോ ബാക്കിയുള്ളവർ ചെയ്തോട്ടെ, ഇതിനെ അവിടെ അപ്പുറത്തെ മകന്റെ അടുത്ത് കൊണ്ടുവിട്ടേക്ക എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയല്ല. പ്രായമായ കുടുംബത്തിലെ അംഗത്തിന് അവരുടെ തുടർച്ചയാണ് മക്കൾ എന്ന് പറയുന്നത്. അവരില്ലെങ്കിൽ മക്കളില്ല. അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുണ്യമാണെന്ന് കരുതിക്കൊണ്ട ശുശ്രൂഷയുടെ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ഈ വൃദ്ധമന്ദിരങ്ങളൊക്കെ നടത്തുന്ന സിസ്റ്റേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ വളരെയേറെ ത്യാഗബുദ്ധിയോടുകൂടി ഒത്തിരി ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എറണാകുളത്ത് അങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ പ്രായമായിട്ടുള്ളവരാണുള്ളത്. അപ്പം 4ഉം 5ഉം ഒക്കെ കിടപ്പുരോഗികളുണ്ട്. അവിടെ ശുശ്രൂഷയൊക്കെ നടത്തുന്നത് സിസ്റ്റേഴ്സാണ്. അവർക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പം വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടൊന്ന് സൗകര്യങ്ങളുണ്ട്. അത് ചെയ്യാനായിട്ടുള്ള മനസ്സ് വീട്ടിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് ആവശ്യമാണ്. അതാണ് ഈ ഉപമ നമ്മളോട് പറയുന്നത്. അതാ വേറൊന്നുമല്ല. ഇനി ഉപമയുടെ വിശദീകരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജെറുസലം വിശുദ്ധ നഗരിയാണ്. അപ്പോൾ വിശുദ്ധ നഗരിയിൽ നിന്ന് ലൗകികതയുടെ സ്ഥലമായ ജെറിക്കോയിലേക്ക് യാത്ര, ദിവ്യതയിൽ നിന്നും ലോക സുഖങ്ങളിലേക്കുള്ള യാത്ര. കള്ളന്മാരെന്ന് പറയുന്നത് പിശാചാണ്. അപ്പോൾ പിശാച് വഴിതെറ്റിക്കും മനുഷ്യന്റെ ജീവിതയാത്രയിൽ. പുരോഹിതനും ലെവായും ഒക്കെ പഴയ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല സമറിയാക്കാരൻ യേശുവാണ്. വഴിയിൽ കിടക്കുന്നവൻ മനുഷ്യവംശത്തിന്റെ പാപപരമായിട്ട് മാരകമായ മുറിവേറ്റ മനുഷ്യനാണ്. പാപം വഴിയായിട്ട് മുറിവേറ്റ മനുഷ്യനൊരു ആത്മീയ വിശദീകരണമാണ്. ഈ വിശദീകരണം അനുസരിച്ച് ആളുകൾ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടേണ്ടതാണ്. മാനസാന്തരത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. ഗബ്രിയേൽ മാഷിലെ ചിന്തം പറയാണ്, കൂടുതൽ സാഹോദര്യമുള്ളവൻ സത്യസന്ധനായ മനുഷ്യനാണ്. ആരാണ് സത്യസന്ധനായ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ കൂടുതൽ സാഹോദര്യമുള്ളവനാണ്. എന്റെ സഹായം ആവശ്യമുള്ള ഏതൊരുവനും എന്റെ അയൽക്കാരനാണ്. സ്നേഹം കേവലം വൈകാരികമായ ഒരു പ്രവൃത്തിയല്ല. ഈ ലാസറിനെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ലാസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൗകായികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മാറി ആത്മീയതയിലേക്ക് കടന്നു വരും. അവരും രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ യേശു പറയുന്നത് അങ്ങോട്ടിങ്ങോട്ടൊന്നും പോകാൻ പറ്റുകയില്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർക്ക് നിയമങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ഉപദേശങ്ങൾ കിട്ടാറുണ്ട്. എങ്ങനെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതാണ്. അതുപോലെ സാപത്തിൽ നന്മ ചെയ്യുന്നത് ഉചിതമാണോ? യേശു പറയുന്നത് സാപത്തിൽ നന്മ ചെയ്യുന്നത് ഉചിതമാണെന്ന്, ഇത് ചെയ്യേണ്ടതാണെന്നാണ് യേശു പറയുന്നത്. ക്രിസ്തീയ സ്നേഹത്തിന്റെ 4 വശങ്ങളൊന്ന് അനുകമ്പ, എമ്പതി എന്ന് പറയും. കാരണം അനുകമ്പ എന്ന് പറഞ്ഞാൽ എമ്പതി. ഓരോ വ്യക്തിയുടെയും സഹനങ്ങളോട് ചേർന്ന് കാരുണ്യത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ മനോഭാവങ്ങൾ മനസ്സിലാക്കി കരുണയോടുകൂടി പെരുമാറുന്നതിനാണ് എമ്പതിക്ക് ഹിയറിംഗ് എന്ന് പറയുന്നത്. എമ്പതി. രണ്ടാമതായിട്ട് സേവന സന്നദ്ധത, ശുശ്രൂഷ ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കുക. മൂന്നാമതായിട്ട് നിസ്വാർത്ഥത. സ്വാർത്ഥത എന്ന് പറയുന്നത് സെൽഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം ചിന്താവ, അതിനപ്പുറത്തേക്ക് കിടക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് ക്ഷമ, ദീർഘക്ഷമ. ക്ഷമയോടുകൂടി ക്ഷമയുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയും ഈ മേഖലകളൊക്കെ കെട്ടിപ്പടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. റോമിൽ കോസിം എന്ന് പറയുന്ന വലിയൊരു നിർമ്മിതിയുണ്ട്. അതിൻ്റെ റൂയിൻസ് അവശിഷ്ടങ്ങളിലുമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾ തീർത്ഥാടകരൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. റൗണ്ട് ഷേപ്പിലുള്ളതാണ് കൊളോസിയം.
അതുണ്ടാക്കിയത് റോമൻ ചക്രവർത്തിമാരാണ്. ആളുകളുടെ വിനോദത്തിന് വേണ്ടി 50,000 ആളുകൾക്ക് ഇരുന്നുകൊണ്ട് വിനോദിക്കാൻ വേണ്ടി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുക ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവിടെ നടന്നിരുന്നത് മൃഗങ്ങളുമായിട്ട് അടിമകളുടെയും ക്രിസ്ത്യാനികളുടെയും യുദ്ധം. മൃഗങ്ങളും വന്യമൃഗങ്ങളും ക്രിസ്ത്യാനികളെയും അടിമകളെയൊക്കെ തനിക്ക് കടിച്ചു കീറി തിന്നുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് കൈകൊട്ടി ആഹ്ലാദിക്കുക എന്നുള്ളതായിരുന്നു അവിടെ നടന്നിരുന്ന ഇതൊക്കെയാണ്. മനുഷ്യനെ ക്രൂരത കണ്ടുകൊണ്ട് ആനന്ദിക്കുന്ന ഒരു ജീവിത ശൈലി, അതാണ് ക്രൂരത എന്ന് പറയുന്നത്. അതായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇപ്പൊ തെലമാക്കസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ അടിമ, അവന് ദുർനീക്കം ചെയ്യുന്ന നടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് അരുതേ എന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു തെലമാക്കസ്. അതുകൊണ്ട് അവനെ ആളുകൾ കല്ലെറിഞ്ഞു കൊന്നു. പക്ഷേ രാജാവിനും മറ്റുള്ളവർക്കൊക്കെ അവർക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായി. അവിടെയുള്ള ദുർനീക്തങ്ങൾ, ഇങ്ങനെയുള്ള വിനോദങ്ങൾ അവസാനിക്കാൻ അത് കാരണമായി എന്നുള്ളതാണ് ആ സംഭവത്തിൽ പറ്റി പറയുന്നത്. ആരാണ് എൻ്റെ കാര്യം? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിലാണ് ആദ്യത്തെ അയൽക്കാരൻ. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ, പ്രത്യേകിച്ചും പ്രായമായും ജോലികളുമായിട്ടുള്ളവര്. രണ്ടാമതായിട്ട് നമ്മുടെ സമീപത്തും നമ്മുടെ ഇടവകയിലുള്ളവര്. മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവര്, നമ്മുടെ സഹായം ആവശ്യമുള്ളവര്. അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് ക്രിസ്തീയ ധർമ്മമാണെന്ന് ഉപമ നമ്മോട് പറയുകയാണ്. ഇതാണ്